തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം പുലർച്ചെ അനന്തശായിയായി പള്ളികൊള്ളുന്ന വഞ്ചിവാണ പെരുമാളായ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്ന അമൂല്യമായ കലാസൃഷ്ടിയാണ് ഓണവില്ല് അഥവാ പള്ളിവില്ല്. ദിവസത്തെ അതികഠിനമായ വ്രതാനുഷ്ഠാനത്തോടെ പഞ്ചവർണ്ണത്തിൽ അപൂർവ പച്ചിലക്കൂട്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയ ചായക്കൂട്ടുകൾ കൊണ്ട് ദിവസങ്ങളോളം എടുത്ത് ഒരു കുടുംബം തയ്യാറാക്കുന്ന ഒരു അപൂർവ സമർപ്പണമാണ് ഈ ഓണവില്ല്. ഭഗവാന്റെ ഓരോ അവതാര കഥകൾ ചിത്രരൂപത്തിൽ വരച്ച് സമർപ്പിക്കാനുള്ള ഒരേ ഒരു അവകാശം തിരുവനന്തപുരം ജില്ലയിലെ കരമ്മനയിലെ മേലാറന്നൂർ വിളയിൽ വീട് കുടുംബത്തിന് പാരമ്പര്യമായി കൈമാറി വന്നതാണ്. ക്ഷേത്രസ്ഥപതി സ്ഥാനീയരും ആസ്ഥാന വാസ്തുശില്പികളുമായിരുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവൂർ കാഞ്ചീപുരത്തു നിന്ന് വന്ന പഞ്ചകർമ്മികളിൽ മയവിഭാഗത്തിലെ വിശ്വകർമ്മജരിൽ 8ാം തലമുറയിൽപ്പെട്ട ഭദ്രാരത്നം ബിൻകുമാർ ആചാര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ശില്പി കുടുംബമാണ് ഇന്ന് വളരെ വ്രതശുദ്ധിയോടെയും ആചാരപെരുമയോടെ ദൈവഗണത്തിൽപ്പെട്ട കടമ്പ് മഹാഗണി വൃക്ഷത്തിന്റെ തടിയിൽ ഓണവില്ല് നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര ആചാരങ്ങളിൽ ഒന്നാകാം ഓണവില്ല് സമർപ്പണം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ ചടങ്ങിനെന്നാണ് പറയപ്പെടുന്നത്. ഓണവില്ലിന്റെ ഐതിഹ്യം മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമന അവതാരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഓണവില്ലെന്ന പള്ളിവില്ലിന് ഐതിഹ്യമായി പറയുന്നത് മഹാവിഷ്ണു 5ാമത്തെ അവതാരമായ വാമനാവതാരമെടുത്ത് കേരളത്തിലെ ചക്രവർത്തിയായ മഹാബലിയെ സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക്, അതായത് പാതാളത്തിലേക്ക് പറഞ്ഞയക്കും മുമ്പ് മഹാവിഷ്ണു 3 അടി ഉയരമുള്ള ബാലനായി എടുത്ത രൂപത്തിൽ നിന്നും അങ്ങ് ആരാണെന്ന് മഹാബലി ചക്രവർത്തി ചോദിക്കുമ്പോൾ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ കേരളത്തിലെ പ്രജകളെ കാണാൻ വരുന്ന മഹാബലിക്ക് മഹാവിഷ്ണു വീണ്ടും അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം മഹാവിഷ്ണുവിനോട് പറയുന്നു. മഹാവിഷ്ണു പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമ്മദേവൻ ദശാവതാരം ആദ്യം വരച്ചു കാണിക്കുന്നു. അതായത് 5 അവതാരങ്ങൾ എടുത്തതും ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങളും ചേർത്ത് 10 അവതാരം ആദ്യമായി വരച്ചു കാണിക്കുന്നു. അതാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ലിൻ്റെ ആദ്യത്തെ സൃഷ്ടി. എന്നിട്ട് കാലാകാലങ്ങളിൽ വിഷ്ണു സന്നിധിയിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാരങ്ങൾ, അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് സമർപ്പിക്കാമെന്ന് ഒരു വാഗ്ദാനം കൊടുക്കും. അപ്രകാരം നടക്കുന്ന ചടങ്ങാണ് ഈ പള്ളിവില്ല് സമർപ്പണം എന്ന് പറയുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമിക്ക് ഈ പള്ളിവില്ല് സമർപ്പിക്കുന്ന ചടങ്ങ് ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ നടക്കുന്നത്. ആദികേശവ പെരുമാളിൻ്റെ അവിടെയും പള്ളിവില്ല് സമർപ്പണമുണ്ട്. തിരുവനന്തപുരത്ത് രാവിലെയാണ് ഈ വില്ല് സമർപ്പണം നടക്കുന്നത്. എന്നാൽ ആദികേശവ പെരുമാളിൻ്റെ അവിടെ വൈകുന്നേരമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇടക്കാലത്ത് നിലച്ചുപോയ വില്ല് സമർപ്പണം AD 1425 വീര ഇരവിവർമ്മയുടെ ഭരണകാലത്ത് പുനരാരംഭിച്ചതായി മതിലകം രേഖകളിൽ കാണുന്നു. 1731 മാർത്താണ്ഡവർമ്മ ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ വിളയിൽ വീട്ടിലെ പൂർവികനായ അനന്തപത്മനാഭൻ മൂത്താചാരിയായിരുന്നു ക്ഷേത്രസ്ഥപതി. കിഴക്കേ ഗോപുരവാതിലിന് സമീപം കാണിക്കവഞ്ചിയുടെ സമീപത്തെ തൂണിൽ അദ്ദേഹത്തിന്റെ പ്രതിമയും മുഴക്കോലും കാണാം. സാധാരണ ഒരു ക്ഷേത്രം പണിയുമ്പോൾ ശില്പികളായ ആൾക്കാർ അല്ലെങ്കിൽ പ്രധാന ശില്പികൾ ക്ഷേത്രം പണിത് പൂർത്തിയാക്കുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും അവരുടേതായ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു സമ്മാനമായിട്ട് അവിടെ എന്തെങ്കിലും കാഴ്ചവസ്തുവായിട്ടോ അല്ലെങ്കിൽ ശില്പങ്ങളായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളായിട്ടുമൊക്കെ മനോഹരമായ ശില്പങ്ങൾ
കൊടുക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക പതിവാണ്. അതേപോലെ ഒന്നാണ് ഈ ഓണവില്ലെന്ന പള്ളിവില്ല് സമർപ്പണവും. അന്നത്തെ ശില്പികൾ, തഞ്ചാവൂരിൽ നിന്ന് വന്ന ശില്പികൾ അവിടുത്തെ ഭഗവാന്റെ ചിത്രം, വീരശയനത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ രൂപം, സന്തോഷവാനായിട്ട് ശയിക്കുന്ന രൂപം വരച്ച് ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു എന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ആചാരം ഇപ്പോൾ ഞങ്ങൾ തലമുറയായിട്ട് കൈമാറി വന്ന് ഇപ്പോഴും വളരെ സന്തോഷപൂർവ്വം ആചരിച്ചു വരുന്നുണ്ട്. ഓണവില്ല് എന്ന പള്ളിവില്ല് നിർമ്മാണത്തിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. ദേവഗണത്തിൽപ്പെട്ട കടമ്പ്, മഹാഗണി തുടങ്ങിയ വൃക്ഷങ്ങളുടെ മൂപ്പെത്തിയ തടികൾ കണ്ടെത്തി ആചാരപരമായ പൂജാവിധികൾ ചെയ്ത് പക്ഷിമൃഗാദികളുടെ അനുമതി വാങ്ങി മുറിച്ച് ഉണക്കി ചീകി പരുവപ്പെടുത്തിയാണ് ഇതിനുള്ള തടികൾ തയ്യാറാക്കുന്നത്. കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വരുമെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ ഇട വ്യത്യാസം വരുത്താതെയാണ് ഇതിൻ്റെ നിർമ്മിതി. വില്ലുകൾ പ്രധാനമായി ദശാവതാരം വില്ല്, അനന്തശയനം വില്ല്, ശ്രീരാമ പട്ടാഭിഷേകം വില്ല്, കൃഷ്ണലീല വില്ല്, ശാസ്തവില്ല്, വിനായക വില്ല് എന്നിങ്ങനെയാണ്. ഓരോന്നിനും പ്രത്യേക അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വ്യത്യസ്ത നിറങ്ങളിൽ ഭഗവാന്റെ അവതാര കഥകളാണ് പഞ്ചവർണ്ണങ്ങളിൽ ചാലിച്ച് ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഈ വില്ലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അച്ചുണ്ട്. ഏറ്റവും വലിയ വില്ല് 4.5 അടി നീളമാണ്. അതൊരു അങ്കുലക്കണക്കിലാണ് നിർണ്ണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അടിക്കണക്കിനാണ് പറയുന്നത്. ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം 18 അടിയാണ്. ആ വിഗ്രഹത്തിൻ്റെ 4/1 ഭാഗമായിട്ടാണ് ഈ വില്ലുകൾ, അനന്തശയനം വരയ്ക്കുന്ന വില്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ഒരു പ്രത്യേകമായ ടെംപ്ലേറ്റ് തന്നെ ഞങ്ങളിലുണ്ട്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇതിൻ്റെ പഴക്കം ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല, കാര്യം അത്രത്തോളം പഴക്കമുള്ള ഒരു ടെംപ്ലേറ്റാണ്. ഏറ്റവും വലിയ അളവിലുള്ള വില്ലിൻ്റെ അളവാണിത്. ഇതിനകത്ത് 2ാമത്തെ അളവാണ് നടുക്ക് കാണുന്ന ഈ അളവ്. 2ാമത്തെ വില്ലിൻ്റെ ഏറ്റവും വലിയ അളവിൽ അനന്തശയന വില്ലും, 2ാമത്തെ അളവിൽ ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ്. ഈ നടുക്ക് കാണുന്ന ചെറിയ അളവിൽ ശ്രീകൃഷ്ണലീലയും വിനായകനുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു തടിയിൽ, ഒരു വില്ലിൻ്റെ രൂപത്തിൽ 3 അളവാണ് നിർണ്ണയപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ അളവ് 4.5 അടി നീളമാണ് പറയുന്നത്. 3/4 ഇഞ്ച് ഘനം വരും. 6 ഇഞ്ച് വീതി അനന്തശയന വില്ലിനും 5 ഇഞ്ച് വീതി ദശാവതാരം, പട്ടാഭിഷേകം, ശാസ്താവിലും. ഏറ്റവും ചെറുതിൽ 4.5 ഇഞ്ച് വീതിയാണ് വരുന്നത്. 3/4 ഇഞ്ച് ഘനം വരും. അങ്ങനെ ആണ് തടികൾ മുറിച്ച് പരുവപ്പെടുത്തുന്നത്. കേരളത്തിന് നമ്മൾ വഞ്ചി നാടായിട്ടാണ് പറയുന്നത്. വഞ്ചിയുടെ ആകൃതിയുണ്ട്, ഉണ്ടോ? ഈ വഞ്ചിയുടെ ആകൃതിയിൽ തടി അറുത്തെടുത്ത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ താഴികക്കുടവും ഇതുപോലെ വഞ്ചിയുടെ താഴികക്കുടം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ക്ഷേത്ര ഗോപുരത്തിൻ്റെ രീതിയും ഇതാണ്. അന്നത്തെ ശില്പികൾ അവർ ഭഗവാനെ കേരളത്തിനെ മാതൃകയാക്കി, തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ കാണുന്ന രൂപത്തിൽ മാതൃകയായിട്ട് ഭഗവാന്റെ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ ചിത്രങ്ങൾ വരച്ച് സമർപ്പിച്ചത്. മാത്രമല്ല ശ്രീ പത്മനാഭസ്വാമിക്ക് വഞ്ചിവാണ പെരുമാൾ എന്നുള്ള പേര് കൂടിയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു വഞ്ചിയുടെ പദപ്രയോഗം വരുന്നതുകൊണ്ട് വഞ്ചിയുടെ മാതൃകയിലാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ലുകൾ പൂർവികമായിട്ട് നിർമ്മിച്ച് ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ടാപ്പർ ആയിട്ട് വരുന്നുണ്ട്.
ശരിക്കും ഒരു വഞ്ചിയുടെ രൂപത്തിലാണ് ഈ വില്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ദേവഗണത്തിൽപ്പെട്ട മഹാഗണി, കടമ്പ് എന്നുള്ള വൃക്ഷങ്ങളുടെ പലകയിലാണ് വില്ലുകൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അതിന് പ്രധാനമായിട്ടും പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട പലകയാണ്. പോസിറ്റീവ് എനർജി കൂടുതലുണ്ടാവും. മാത്രമല്ല ഇതിനകത്ത് നാര് കുറവായിരിക്കും. ഈ നമ്മൾ വരയ്ക്കുമ്പം ചിത്രങ്ങൾക്ക് മിഴിവേറുന്നതിനും ചിത്രങ്ങളുടെ കണ്ണുകളിലോ കൈകളിലോ എന്തെങ്കിലും മുറിവുകൾ വരാതിരിക്കാനോ പൊട്ടലുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പലക ഈ കടമ്പിലും മഹാഗണിയിലും നിർമ്മിച്ച് അത് നല്ല പേപ്പറൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല മിനുസമുള്ള പ്രതലമായിട്ട് മാറുന്നു. ഇതൊരു കടമ്പ് വൃക്ഷത്തിൻ്റെ പലകയാണ്. ഏറ്റവും വലിയ അളവിലുള്ള വില്ലാണിത്. അതിൽ മഞ്ഞ നിറം അടിക്കുന്നു. ഇതുപോലെ മഞ്ഞ നിറം നിറയെ ഒരു 2 വശത്തും മഞ്ഞ നിറം അടിക്കും. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന നിറങ്ങൾ പോലും പ്രകൃതിദത്തമായ നിറങ്ങളാണ്. മഞ്ഞ പൊടിയാണ്. മഞ്ഞപ്പൊടി അതിന് പ്രത്യേകമായിട്ട് കളമെഴുതുന്ന പൊടിയാണ് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കളമെഴുതുന്ന പൊടിയെ നന്നായിട്ട് അരച്ച് വീണ്ടും ഉണക്കി വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്ന പരുവത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണ്. ആ പൊടിയാണ് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ നിറം മഞ്ഞയാണ്. എന്നിട്ട് ആ മഞ്ഞ നിറത്തിനെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വരയ്ക്കുന്ന ഭാഗത്ത് 2 വശങ്ങളിലായിട്ട് മഞ്ഞ അടിക്കുന്നുണ്ട്, പുറത്തും അകത്തുണ്ട്. ഒരു വശത്ത് ചുവപ്പടിക്കുന്നു. ഈ ചുവപ്പ് ഒരു വശത്ത് വരയ്ക്കുന്ന ഭാഗത്തായിട്ട് ഭഗവാന്റെ പടങ്ങൾ, ഈശ്വരന്മാരുടെ പടങ്ങൾ വരയ്ക്കുന്ന ഭാഗം ചുവപ്പടിക്കുന്നു. ചുവപ്പ് നിറം അടിച്ചതിന് ശേഷമാണ് അത് കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, നല്ല ഉണക്ക് വേണം. ഉണക്കിയതിന് ശേഷം മാത്രമേ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുകയുള്ളൂ. കാരണം വെള്ളമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ചിത്രങ്ങളിൽ സ്കെച്ച് ഇടുന്നത്. ഇതിൽ ലൈൻ സ്കെച്ചുകൾ ഇടും. ലൈൻ സ്കെച്ചുകൾ പത്മനാഭ ഭഗവാൻ കിടക്കുന്ന അനന്തശായിയാട്ട രൂപം, ദ്വാരപാലകർ, ദേവി, ഭൂമിദേവി, ശ്രീദേവി, അശ്വിനി ദേവന്മാരൊക്കെ ഉള്ള ലൈൻ സ്കെച്ചുകൾ മൊത്തമായിട്ടിടുന്നു. ഇതിന് ശേഷം ആ ലൈനിൽ കറുത്ത നിറങ്ങൾ കൊടുത്ത് ആ വില്ലിൽ ഇതുപോലെ ഓരോന്നിലും ഓരോരോ നിറങ്ങൾ കൊടുക്കും. ആദ്യം ഓരോ കറുത്ത നിറമിട്ടതിന് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ബോഡി കളറ്, ദ്വാരപാലകർക്ക് കിളിപ്പച്ച, ദേവിമാർക്ക് അതേപോലെ ബോഡി കളറ്, വസ്ത്രങ്ങൾക്ക് നീലയും റോസും നിറം, അതേപോലെ ബാക്കിയുള്ളതൊക്കെ മഞ്ഞ നിറങ്ങൾ. കൂടുതലും പഞ്ചവർണ്ണങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ നിറങ്ങളിട്ട് അതിനെ ശരിയാക്കി വച്ചിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടമെന്ന് പറയുന്നത് അനന്തന് പാമ്പൊക്കെ വരച്ച് വൃത്തിയാക്കി ക്ലിയർ ചെയ്ത് ലൈന് എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങ് എടുക്കുന്നു. അത് കഴിഞ്ഞ് അതിന് ശേഷം ഇതിൽ അലങ്കാരമായിട്ട് സൂര്യനും ചന്ദ്രനും ഭഗവാന് ഹാരം, അതിലെല്ലാം വെള്ള തൊട്ട് അതിന് കുറച്ചുകൂടി പ്രഭ വരുത്തുന്ന തരത്തിൽ ആക്കിയതിന് ശേഷം 2 വശങ്ങളിലായിട്ട് ലൈനും ഒക്കെ ഇട്ട് എടുക്കും. പിന്നെ ഉള്ളത് അവസാനം ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ശ്രീരാമകഥകൾ വരച്ചിട്ടുള്ളതാണ്. നടുക്കായിട്ട് പട്ടാഭിഷേകം, ശ്രീരാമൻ്റെ പട്ടാഭിഷേകമാണ് ഇതിനകത്ത് വരച്ചിരിക്കുന്നത്. ഇത് ശബരി മോക്ഷം, ശ്രീരാമൻ്റെ പാദുകം ഇത് വച്ച് പൂജിക്കുന്ന, ഭരതൻ പൂജിക്കുന്നതായിട്ടുള്ള ചിത്രമാണ്. ശാസ്താവിൻ്റെ നടുക്ക് ചിന്മുദ്രയോടുകൂടി ഇരിക്കുന്ന അയ്യപ്പൻ്റെ രൂപം, അതുപോലെ ശാസ്താവ് വെള്ളക്കുതിരയിൽ, തൻ്റെ വാഹനമായ വെള്ളക്കുതിരയിൽ സർവാലങ്കാര വിഭൂഷിതനായിട്ട് സഞ്ചരിക്കുന്ന രൂപമാണ്. പിന്നെ ഇത് മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടി മഹാദേവനുമായിട്ട് നിൽക്കുന്ന രൂപം, ശാസ്താവിൻ്റെ ജന്മം. അങ്ങനെ 3 കാലഘട്ടമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഈ ശ്രീകൃഷ്ണലീലയിൽ വെണ്ണ മോഷ്ടിക്കുന്നത്, കാലികളെ മേയ്ക്കുന്നത്, ഉണ്ണിക്കണ്ണൻ തൊട്ടിലിൽ ശയിക്കുന്നത്, കാളിയമർദ്ദനം, വെണ്ണ മോഷ്ടിക്കുന്നതായിട്ട് ഉരയിൽ കെട്ടിയിട്ടിരിക്കുന്ന രൂപമാണ്. അങ്ങനെ ഇത്രയും യൗവനം വരെയുള്ള
ശ്രീകൃഷ്ണൻ്റെ രൂപങ്ങളാണ് വരയ്ക്കുന്നത്. ഈ ശ്രീകൃഷ്ണ വില്ലിൻ്റെ ഫലം പറയുന്നത് സന്താന സൗഭാഗ്യത്തിന്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊട്ടിൽ കെട്ടി ഇട്ടിട്ടുണ്ട്. അവിടെ അതിൽ കിടക്കുന്ന രൂപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സന്താനം, അതായത് ഈശ്വരാധീനത്താൽ സന്താനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് തൊട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വില്ല് സന്താന സൗഭാഗ്യത്തിനും ബാലാരിഷ്ടത മാറുന്നതിനും, ദശാവതാര വില്ല് ശത്രുദോഷ പരിഹാരത്തിന്, ശ്രീരാമ പട്ടാഭിഷേകം പിതൃകർമ്മ ദോഷം മാറുന്നതിനും, മംഗല്യ ഭാഗ്യത്തിനും, ശാസ്താവ് ശനിദോഷ പരിഹാരത്തിനും ആയിട്ടാണ് ഞങ്ങളിവിടെ ഉപാസിച്ച് വരച്ച് തയ്യാറാക്കുന്നത്. ഇതിനെ അനന്ത ചൈതന്യ വില്ലെന്നാണ് ഞങ്ങൾ നാമധേയം കൊടുത്തിരിക്കുന്നത്. ഭഗവാന്റെ രൂപം മാത്രമാണ്, നമുക്ക് വലിയ വില്ലിൽ ഉള്ള അതേ രൂപമാണ്. അതിനകത്ത് ഭഗവാന്റെ മാത്രമായിട്ടുള്ള ഗരുഡനും അശ്വിനി ദേവന്മാരും നാരദരും ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ സങ്കല്പത്തിൽ ഇതിനകത്ത് ചെയ്തിരിക്കുന്നു. ഇതൊരു ഒരടി നീളമാണ്. മാറോട് അണയ്ക്കുന്ന വില്ല് ചെയ്യാൻ ഇത് ആരുടെ മാറിൽ വെച്ചിരുന്നാലും ഒരേ അളവായിരിക്കും. മാത്രമല്ല അത്ഭുതകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വില്ലിൽ ഭഗവാന്റെ ചെറുവിരൽ മുതൽ താമരത്തണ്ട് വരെയുള്ള അളവാണ് നിർണ്ണയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഉള്ള അളവിൽ നിർണ്ണയിക്കുക. അത് യാദൃശ്യമായ വന്ന അളവാണ്. ഇത് ഒരു പീഠത്തോടു കൂടി വയ്ക്കുന്നു. ധാരാളം ഭക്തജനങ്ങൾ ഇത് വാങ്ങി അവരുടെ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. കാര്യം ഇന്ന് പൂജാമുറികളൊക്കെ ചെറിയ പൂജാമുറികളാണ്. അപ്പോൾ അവർ ഷെൽഫിലും ഒക്കെ ഭക്തിയോടുകൂടി സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അളവാണ്. നല്ല ചൈതന്യമുള്ള ഒരു വില്ലെന്നാണ് പലരുടെയും അഭിപ്രായം. ഞങ്ങൾക്കത് കേൾക്കുമ്പോഴും വലിയ സന്തോഷമുണ്ട്. ഇത് അനന്ത ചൈതന്യ വില്ലെന്നാണ് പേര്. കലയും ഭാവനയും ഒത്തുചേരുന്ന ഒരു ഉത്തമ കലാസൃഷ്ടിയാണ് ഓരോ ഓണവില്ലും എന്ന് ഇവരുടെ കൈവിരലുകളിൽ നിന്ന് മനസ്സിലാക്കാം. വില്ലുകൾ വരച്ച് പൂർത്തിയാക്കിയതിനു ശേഷം കുടുംബക്ഷേത്രത്തിൽ ഉത്രാട പൂജയുണ്ട്. പിറ്റേ ദിവസം ഭഗവാന്റെ ജന്മനക്ഷത്രമായ തിരുവോണ ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വില്ല് ചാർത്തുവാനുള്ള മുഹൂർത്തം ദൂതൻ മുഖേന അറിയിക്കും. അതനുസരിച്ച് വളരെ ആഘോഷപൂർവം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വില്ലുകൾ ക്ഷേത്രത്തിൽ എത്തിക്കും. അവിടെ ക്ഷേത്ര അധികാരികളും പൂജാരികളും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് വില്ലിനെ പാണിവിളക്കിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും വായ്ക്കുരവയുടെയും അകമ്പടിയോടെ വളരെ ആചാരപൂർവം സ്വീകരിച്ച് ഓണക്കോടിയും ദക്ഷിണയും നൽകും. തിരുവോണം, അവിട്ടം, ചതയം എന്നീ 3 ദിവസങ്ങളിൽ ഓണവില്ല് ചാർത്തിയുള്ള അപൂർവമായ ദർശനമാണ് ഭക്തർക്ക് ലഭിക്കുന്നത്. 4-ാമത്തെ ദിവസം ഈ വില്ലുകൾ കവടിയാർ കൊട്ടാരത്തിലെ പൂജാമുറിയിലേക്ക് മാറ്റും. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഓണവില്ല് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. കൂടാതെ ഓണവില്ല് കുടുംബത്തിൽ നിന്നും പ്രത്യേക പൂജകൾക്ക് ശേഷം വില്ലുകൾ ലഭ്യമാണ്. ഈ ഓണവില്ലുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കും എന്നാണ് വിശ്വാസം. ഞങ്ങൾ ഈ വരയ്ക്കുന്ന 12 വില്ലുകൾ മാത്രമാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. ഒരു വിഗ്രഹത്തിൽ ഒരു പൂമാല ചാർത്തുക എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഈ ചെയ്യുന്ന കർമ്മത്തിന് കുടുംബത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമാണ് ഞങ്ങൾ വരച്ച് സമർപ്പിക്കുന്ന വില്ലുകൾ. പത്മനാഭസ്വാമിയെ വരച്ച, അനന്തശായിയെ വരച്ച വില്ലുകൾ ഭഗവാന്റെ ഉദരഭാഗത്തും, ദശാവതാരം വരച്ച വില്ലുകൾ നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ 2 വശങ്ങളിലായിട്ട്, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശാസ്താവ്, വിനായകൻ ഇവയൊക്കെ വരച്ച വില്ലുകളെല്ലാം അതാത് വിഗ്രഹങ്ങളിൽ ചാർത്തി വയ്ക്കും, ചാരി വയ്ക്കും. അപ്പോൾ ഇതെല്ലാം മാറോട് അണച്ച് വയ്ക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 41 ദിവസത്തെ കഠിനമായ വ്രതശുദ്ധിയോടുകൂടി ഈ വില്ലുകൾ തയ്യാറാക്കുന്നത്. ഇപ്പം ഞങ്ങൾ വില്ലുമായിട്ട് കിഴക്കേ നടയിൽ എത്തിച്ചേരുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ്, അപ്പോൾ അതുവരെ ഞങ്ങൾ ജപവും പ്രാർത്ഥനയുമായിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. ഒരു പരിധിവരെ ബന്ധുജനങ്ങളും കൂടെ ഉണ്ടായിരിക്കും. ഈ കിഴക്കേ നടയിലൂടെ അകത്ത് കയറി കിഴക്കേ ശീവേലിപ്പുരയുടെ ആദ്യ തൂണിൻ്റെ മുൻവശത്തായിട്ട്, അതായത് ശ്രീകൃഷ്ണ ലീല കൊത്തിവെച്ചിരിക്കുന്ന ഒരു ചുവരുണ്ട്. ആ ചുവരിൻ്റെ വശത്തായിട്ട് ഈ 12 വില്ലുകളും ചാരി വയ്ക്കും. ഞങ്ങൾ കൊണ്ടുപോകുന്ന വില്ലുകളെല്ലാം ചാരി വയ്ക്കും. കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. ഓരോരുത്തരും ഓരോ വില്ലുകൾ ആയിട്ടായിരിക്കും ഈ കിഴക്കേ നടയിലൂടെ, ഈ അഭേദാനന്ദ സ്വാമിജിയുടെ ആ കിഴക്കേ ഭാഗത്തു നിന്നായിരിക്കും ഞങ്ങൾ അവിടുന്ന് കാൽനടയായിട്ട് അകത്തോട്ട് കിഴക്കേ നടയിലൂടെ കയറി അകത്ത് പോകുന്നത്. ആ ശീവേലിപ്പുരയുടെ ആദ്യ തൂണിൽ കൊത്തിവെച്ചിരിക്കുന്നത് ശീവേലിപ്പുര ചെയ്ത ശില്പിയുടെ ശിലയാണ്. അതായത് ഞങ്ങളുടെ പൂർവികൻ അനന്തപത്മനാഭൻ മൂത്താചാര്യയുടെ ശില്പമാണെന്നാണ്. ആ ശില്പമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വശത്ത് മുഴക്കോൽ കൊത്തിയിട്ടിട്ടുണ്ട്. ഇന്ന് തിരുവിതാംകൂറിൽ കാണുന്ന എല്ലാ വീടുകളുടെയും
കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ കണക്ക് ആ മുഴക്കോലിൻ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ശിലയുടെ മുൻപിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ഞങ്ങൾ ഈ വില്ലുമായിട്ട് കൊണ്ട് അവിടെ ചാരി വയ്ക്കുമ്പോൾ കുറഞ്ഞതൊരു അരമണിക്കൂറോളം കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തു നിന്നും പാണിവിളക്ക് ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിക്കൊണ്ട് പാണിവിളക്കും പഞ്ചവാദ്യവും വായ്ക്കുരവിയുമായിട്ട് ക്ഷേത്ര ജീവനക്കാർ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ കയ്യിൽ ഓണക്കോടി ഉണ്ടായിരിക്കും, അതേപോലെ ഭഗവാന്റെ അവിടെ നിന്നുള്ള പ്രസാദം ഉണ്ടായിരിക്കും. പണ്ട് കാലങ്ങളിൽ ദക്ഷിണ ഒരു കിഴിപ്പണമായിട്ട് വന്നുകൊണ്ടിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ അത് പിന്നീടാണ് ഞങ്ങൾക്കതൊരു ദക്ഷിണയായിട്ട് കിട്ടുന്നത്. ഈ ഓണക്കോടിയും ഒക്കെ ആയിട്ട് വരുന്ന ക്ഷേത്ര ഭാരവാഹികൾ ഞങ്ങളെ പ്രസാദവും തന്ന് സ്വീകരിക്കുന്ന സമയം ഞങ്ങൾ ഈ കുടുംബത്തിലെ നിലവിലെ കാരണവർ അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെയും ക്ഷേത്ര അധികാരികളെയും ഒക്കെ തൊഴുത് വണങ്ങി ഭഗവാനെ ഒന്ന് തൊഴുത് ഒരു വലത് ചുറ്റി നേരെ വന്ന് നിൽക്കുമ്പോൾ ഈ പ്രസാദമൊക്കെ തരും. ഇത് പറഞ്ഞു വരുന്നത് ചടങ്ങാണ്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പ്രസാദം വാങ്ങി ഈ കാരണവർ അടുത്ത സ്ഥാനിയെ ഈ പ്രസാദം ഏൽപ്പിച്ച് അവർ തരുന്ന വസ്ത്രം, അതിനെ കച്ചമുറിയായിട്ട് 12 കച്ചമുറി തരും. കച്ചമുറി എന്ന് പറഞ്ഞൊരു വലിയ വീതിയുള്ള ഒരു തോർത്താണ്. ആ തോർത്തിനകത്ത് 12 തോർത്തെന്ന് പറയുമ്പോൾ 12 വില്ലുകൾക്കുള്ള ഓണക്കോടിയാണ്. അപ്പോൾ ഓണക്കോടി നിലത്ത് വിരിക്കുന്നു. 12 വില്ലുകളും 12 കച്ചമുറിയും നിലത്ത് വിരിക്കുന്നു. പിന്നെ 3 നേരിയത് തരും. ഈ നേരിയത് ഒന്ന് കാരണവർക്കും പിന്നെ അടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ ആരെങ്കിലും ആയിരിക്കും. ആ സഹോദരൻ കഴിഞ്ഞ തലമുറയിലെ വില്ല് സമർപ്പിച്ച എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് ഇപ്പം തൊട്ടടുത്ത് നിൽക്കുന്നത്. ആ അനുജനെ ഏൽപ്പിക്കുന്നു. നേരിയതെല്ലാം ചുറ്റി ഒരു നേരിയത് നിരത്തി വിരിച്ചിട്ട് ഈ വില്ലുകൾ ഏറ്റവും വലിയ വില്ല് അനന്തശയനം വരച്ച വില്ലിനെ കാരണവർ ഭഗവാനെ ആദ്യം ഉയർത്തി കാണിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് എൻ്റെ നേരെ അനുജനായ ക്ഷേത്രശില്പിയായ സുദർശനെ ഞാൻ ആ വില്ല് ഏൽപ്പിക്കുന്നു. ഈ അനുജൻ അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെ, അപ്പോൾ അവിടുത്തെ 30 മുക്കോടി ഈശ്വരന്മാരും അവിടെ നിൽക്കുന്നുള്ള സങ്കല്പത്തിൽ ഓരോ മനുഷ്യനും അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ദൈവങ്ങളാണ് എന്നുള്ള സങ്കല്പത്തിൽ അവരെല്ലാം ഈ വില്ലുകൾ കാണിച്ച് നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ ഒരു ആനന്ദശയന വില്ല് കൊണ്ടുവയ്ക്കും. അതിങ്ങനെ ഓരോന്നും 12 വില്ലുകളും അതാ സഹോദരന്മാരെല്ലാവരും ഓരോരുത്തരായിട്ട് ഏറ്റുവാങ്ങി ഭഗവാനും അവിടെ നിൽക്കുന്ന ഭക്തരെ ഒക്കെ കാണിച്ചിട്ട് നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് എല്ലാവരും സാഷ്ടാംഗം അവിടെ വിഴുന്ന് നമസ്കരിക്കും. ഈ 12 വില്ലുകളെയും പൂ അർച്ചിച്ച് പുഷ്പാർച്ചന നടത്തിയിട്ട് നമസ്കരിക്കും. അതിനുശേഷം ഈ ഓരോ 12 വില്ലുകളും അവിടെ വന്ന് നിൽക്കുന്ന ക്ഷേത്ര അധികാരികളെ, അവിടെ കാവൽക്കുറുപ്പായിരിക്കും ഈ ഏറ്റുവാങ്ങാനായിട്ട് വന്ന് നിൽക്കുന്നത്, അവരെ ഈ 12 വില്ലുകളെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഈ ശീവേലിപ്പുര ഒരു വലത് ചുറ്റി കിഴക്കേ നടയിലൂടെ അകത്ത് കയറി വീണ്ടും ശ്രീകോവിലിന് ഒരു വലത് ചുറ്റി അഭിശ്രവണ മണ്ഡപത്തിൽ വച്ചിരിക്കുന്ന പലകയിൽ ഈ വില്ലുകൾ കൊണ്ടുവയ്ക്കും. എന്നിട്ടാണ് അതിൻ്റെ 2 വശങ്ങളിലായിട്ട് കുഞ്ചലവും ഞാണും കെട്ടി അലങ്കരിക്കുന്നത്. ഈ കുഞ്ചലവും ഞാണും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സെൻട്രൽ ജയിലിലെ തടവുകാരായ അന്തേവാസികളാണ് കുഞ്ചലവും ഞാണും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും വളരെ വ്രതത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ കുഞ്ചലവും ഞാണും കെട്ടി അലങ്കരിച്ച് അതിൽ കുരുത്തോല കൂടി വച്ചതിന് ശേഷം പത്മനാഭസ്വാമിയുടെ അവിടുത്തെ പൂജാരിയും അനന്തശയനം വരച്ച 2 വില്ലുകൾ ഏറ്റുവാങ്ങുന്നു. നരസിംഹമൂർത്തിയുടെ പൂജാരി ദശാവതാര വില്ലുകൾ ഏറ്റുവാങ്ങുന്നു. അതേപോലെ ശ്രീരാമനെ വരച്ചത് അവിടുത്തെ പൂജാരി ഏറ്റുവാങ്ങി. ശ്രീകൃഷ്ണനെ വരച്ചത് തിരുവമ്പാടി കണ്ണൻ്റെ പൂജാരി ഏറ്റുവാങ്ങുന്നു. വിനായകനെയും ശാസ്താവിനെയും അതാത് പൂജാരിമാർ ഏറ്റുവാങ്ങിയിട്ട് ഈ വിഗ്രഹത്തിൽ ചാരി വയ്ക്കും. ഈ വിഗ്രഹത്തിൽ ചാരി വയ്ക്കുന്ന വില്ലുകൾ കണ്ട് തൊഴാനായിട്ട് ആദ്യത്തെ അവകാശം കുടുംബത്തിലെ ഈ ചിത്രങ്ങൾ വരച്ച ഭഗവാന് സമർപ്പിച്ച കുടുംബാംഗങ്ങൾക്കാണ്. അതിനുള്ള കാരണം പറയുന്നതും നമ്മൾ ഈ ചിത്രരചനാ വേളയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ അശുദ്ധിയോ ഒക്കെ വന്നാൽ സദയം ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരവും കൂടെയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരവും കൂടെയാണ്, ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരവും കൂടിയാണ് ആ സമയത്തുള്ളത്.
അത് ആ സമയം ഞങ്ങൾ ഭഗവാനെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഈ വില്ലുകൾ, ഭഗവാന് ചാർത്തിയ വില്ലുകൾ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രാജകുടുംബത്തിൽ നിന്ന് 7:30-8 മണിക്കകത്ത് കുടുംബത്തിൽ നിന്ന് വന്ന് വില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് വരുന്നത്. ഓണക്കാഴ്ചയായിട്ടാണ് അവർ വരുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് ഈ അവരുടെ രാജകുടുംബത്തിൻ്റെയും ഭക്തജനങ്ങൾ, തിരുവിതാംകൂറിലുള്ള ഒട്ടുമിക്ക ഭക്തജനങ്ങളുടെയും ആഗ്രഹം ഭഗവാനെ, വില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടു തൊഴുതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങുന്നു. അതുപോലെ അവിടെയുള്ള ഭക്തരും കൊണ്ട് തൊഴുതിന് ശേഷം ഇറങ്ങുന്നു. തിരുവോണം, അവിട്ടം, ചതയം 3 ദിവസവും ഞങ്ങൾ ഈ കൈകൊണ്ട് വരച്ച് ഭഗവാന് സമർപ്പിച്ച വില്ലുകൾ വിഗ്രഹങ്ങളിലുണ്ടായിരിക്കും. മറ്റ് ഹാരവും ഒക്കെ എടുത്ത് മാറ്റിയാൽ പോലും വില്ലുകൾ അവിടെ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് 4-ാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറിയിലോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ വില്ല് സമർപ്പണം കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ ആചാരം, ചരിത്രം എന്നിവ മനസ്സിലാക്കി ബിൻകുമാർ ആചാര്യയുടെ നേതൃത്വത്തിൽ വില്ലുകൾ ചെയ്ത് സമർപ്പിക്കാറുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പിക്കുന്ന കുടുംബം എന്നുള്ള രീതിയിൽ ധാരാളം ക്ഷേത്രങ്ങളിൽ നിന്നും അവിടുത്തെ ഭാരവാഹികൾ ഞങ്ങളെ സമീപിക്കാറുണ്ട്. അവരുടെ ക്ഷേത്രങ്ങളിലും വില്ലുകൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓണവില്ല് സമർപ്പണം പത്മനാഭസ്വാമിക്ക് മാത്രമാണ്. അത് പൂർവികമായിട്ട് തലമുറയായിട്ട് ആചാരപരമായിട്ട് സമർപ്പിക്കുന്ന ഒരു രീതിയുമാണ്. തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമായിട്ട് നെടുമങ്ങാട് ഒരു വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഞങ്ങൾ വില്ലുകൾ സമർപ്പിക്കുന്നുണ്ട്. അവിടെ വാമനമൂർത്തി വില്ലെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വാമന വില്ലെന്നാണ് പറയുന്നത്. ആലപ്പുഴ കായിപ്പുറം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ അവിടെ അനന്തശായിയായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമിയാണെങ്കിലും മഹാവിഷ്ണുവാണ്, ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പാദം ദേവിയുടെ മടിയിൽ വെച്ചുകൊണ്ട് ശയിക്കുന്ന ഒരു രൂപത്തിലെ വിഗ്രഹമാണ്. അതുപോലെ അവിടെ ഞങ്ങൾ 3 വർഷം പത്മനാഭൻ്റെ ഇതുപോലെ തന്നെ അതിനൊരു പ്രത്യേക അളവുണ്ട്. ആ അളവിൽ നിർണയപ്പെടുത്തിയിട്ട് അവിടെയും ആനന്ദശായിയായിട്ടുള്ള രൂപം ആലപ്പുഴ കായിപ്പുറത്ത് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഈ 6 വില്ലിൽ തന്നെ ശാസ്താവിൻ്റെ വില്ല് സമർപ്പിച്ചു. ഇവിടെ ദേവപ്രശ്നം വെച്ച നമ്മുടെ തന്ത്രിയും പ്രസിദ്ധ ജ്യോത്സ്യനുമായ ശ്രീ ശംഖുമുഖം ദേവിദാസൻ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോൾ ശാസ്താവിനും വിനായകനും വില്ല് സമർപ്പിക്കണം. 2009 അത് നടന്നത്. ശാസ്താവിനും വില്ല് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശാസ്താവിനും വിനായകനും വില്ല് സമർപ്പിച്ച വേളയിൽ പറഞ്ഞു, ശബരിമലയിലും നിങ്ങൾ കൊണ്ട് 3 വർഷം വില്ല് സമർപ്പിക്കണം. കാരണം ഇവിടെ ശാസ്താവിന് സമർപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കൂടെ സമർപ്പിക്കും. അങ്ങനെ 3 വർഷം ശബരിമലയിലും ഞങ്ങൾ വില്ലുകൾ സമർപ്പിക്കും. ഇപ്പോൾ ഓണവില്ലിൻ്റെ ഖ്യാതി കടൽ കടന്ന് ലണ്ടൻ മ്യൂസിയം വരെ എത്തി നിൽക്കുന്നു. പല വിശിഷ്ട വ്യക്തികൾക്കും അത് സമ്മാനമായി കൊടുക്കാറുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ, മുൻ രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജി തുടങ്ങി രാഷ്ട്രീയ, കലാ, സാംസ്കാരിക, സിനിമാ രംഗത്തുള്ള പലരുടെയും പൂജാമുറിയിലും സ്വീകരണമുറിയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഓണവില്ല് എന്ന പള്ളിവില്ല് ഒരു കൂട്ടം ശില്പികളുടെ കഠിന പ്രയത്നത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും വ്രതശുദ്ധിയുടെയും തീച്ചൂളയിൽ രൂപപ്പെട്ട അപൂർവ കലാസൃഷ്ടിയാണ്. ഇത് ഈ കൈകളിൽ ഇനിയും നൂറ്റാണ്ടുകളോളം സുരക്ഷിതമാണ്. ഈ പൊന്നിൻചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഓണവില്ല് എന്ന പള്ളിവില്ല് ചാർത്തിയുള്ള അനന്തശായിയായ ശ്രീ പത്മനാഭന്റെ ദർശനം ഏതൊരു ഭക്തന്റെയും മനസ്സിലും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വെള്ളി വെളിച്ചം നിറയ്ക്കും.